ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡ്ഡിംഗ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുര, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷവും സ്വസ്ഥതയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഈ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു, ഇത് ക്രിസ്ത്യാനിയുടെ ദൈവമായ യേശുവിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ലോക ചരിത്ര പുരുഷനായ ലോകത്തിലെ മഹാ അത്ഭുതമായ യേശു ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞത്. ഈ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്നാ? ആ യേശുവിനെ അറിയുമ്പോൾ നമ്മുടെ ക്യാരക്ടർ മാറും, നമ്മളിൽ പുതുജീവൻ വയ്ക്കും. അപ്പോൾ നമ്മൾ സർവ്വത്തിനും മതിയായവരാകും. അപ്പോൾ സർവ്വ നന്മയും നമ്മുടെ പിമ്പടിയാവും. യേശു എന്ന് പറയുന്ന വചനം നമ്മൾ ഈ ക്രിയ ചെയ്യുമ്പോൾ ഭയങ്കര അനുഗ്രഹമാണ്. ഇതൊരു ആത്മീയ മണ്ഡലമാണ്. നമ്മൾ ആ യേശു ക്രിസ്തു എന്നാണെന്നൊന്ന് അറിയുക. അത് ജാതി ഒന്നും മാറണ്ട. എന്തിന് ജാതി മാറണം? ക്രിസ്ത്യൻസിന് യേശുവിനെ പറ്റി വിശദീകരിക്കാൻ അറിയാവോ? എനിക്ക് ഇപ്പോഴും ഒന്നും അറിയാൻ പാടില്ല. ആ യേശു ക്രിസ്തു എന്ന മർമ്മം അറിയുന്നവൻ സകലതും നേടി. ആ മർമ്മം അറിയാം. മക്കൾക്കും അതാ കൊടുക്കണ്ടേ. എല്ലാ ജാതിയും അങ്ങനെ നോക്കരുത് കേട്ടോ. നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായ യേശുവിനെ ഒന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വചനം യെശയ്യാ 49:25. ദൈവം നമ്മളോട് സംസാരിക്കുക. നമ്മളെപ്പോഴും ദൈവത്തിനോട്, എനിക്ക് എന്നും ഒരു ലിസ്റ്റുണ്ട് ദൈവത്തിനോട് സംസാരിക്കാനാണ്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുക. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. അപ്പം നമ്മളോട് പോരാടുന്ന നെഗറ്റീവ് ശക്തിയോട് ദൈവം പോരാടി നമ്മളെ മക്കളെ രക്ഷിക്കും. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഗ്ദത്ത വചനം. ആ അനുഗ്രഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, പണ്ട് ഞാൻ എന്തോ സ്വപ്നം കണ്ട് പേടിച്ച് നവരോടിച്ച് ബൈബിൾ എടുത്ത് കരഞ്ഞ് വിടത്തിയപ്പോൾ സങ്കീർത്തനം 47 എനിക്ക് തോന്നുന്നു. നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളുടെ ബലപ്പെടുത്തി അകത്ത് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ ഞാൻ പേടിക്കണേന്ന്? ദൈവം എന്നോട് സംസാരിക്കുന്നു. നിൻ്റെ വാതിലിൻ്റെ ഓടാമ്പലുകളെ ബലപ്പെടുത്തി അകത്ത് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. വാതിലിൻ്റെ ഓടാമ്പലുകളെന്ന് ശത്രു തുറക്കാണ്ട് ദൈവം അത് ബലപ്പെടുത്തിയിട്ടുണ്ടെന്ന്. നിൻ്റെ മക്കളെ അകത്ത് അനുഗ്രഹിച്ചേക്കുക. നീ എന്തിനാ പിന്നെ കരയണമെന്ന് വിളിക്കേണ്ട കാര്യമില്ലെന്ന്. എല്ലാ അപ്പനും അമ്മയ്ക്കും മക്കളെ പറ്റിയല്ലേ ഉള്ളിലെ ആകുലത. അതാണ് അമ്മ എന്നൊക്കെ പറഞ്ഞാൽ, അതല്ലേ അപ്പൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 1000 തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പുറകെ പോണേ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റ്. ഇപ്പം ചുരിദാർ സെറ്റ് പാർട്ടി വെയർ, അങ്ങനെ ഫങ്ഷൻ വെയർ ചുരിദാർ സെറ്റൊക്കെ എല്ലാവരും ചോദിച്ചു വരുന്നുണ്ട്. എപ്പോഴും കല്യാണം. ഇനി സെപ്റ്റംബർ വരെ കല്യാണ വാരമല്ലേ. ഈ സെപ്റ്റംബർ വരെ സീസണാണ്. അപ്പോൾ എത്ര? 2499. നല്ല രസമുള്ളതാണ്. ഇത് ഹാൻഡ് വർക്കാട്ടോ. ബനാറസിലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴെയും വർക്കുണ്ട്, ഷോളും ഉണ്ട്. സാൻഡോൺ ബോട്ടോ ആണ്. ലൈനിങ് എടുക്കണം. നല്ല കളറല്ലേ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. ഇപ്പം എല്ലാവരും ഒരു 2000-ക്ക് ഒരു സെറ്റ് എടുത്താൽ അത്യാവശ്യം ഫങ്ഷനും ഇടാം, പിന്നെ റഫ്യൂസ് ചെയ്യാം. ഇപ്പോൾ സിൽക്കിൻ്റെ സിൽക്കിൻ്റെ ഇച്ചിരി ഡിമാൻഡ് കുറഞ്ഞെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇന്നോർത്ത് നമുക്ക് സിൽക്കും ഉണ്ട് കേട്ടോ. 2499. സിൽക്ക് എല്ലാവർക്കും ഉണ്ട്, പോവില്ലല്ലോ. അപ്പം നല്ല ഗ്രീനില്ലേ. അപ്പം സിൽക്കിൽ നമുക്ക് ബെറ്റർ ഇതാന്നൊക്കെ ചിന്തിച്ചിട്ടാണോ കാശ് കുറച്ച് മതി, പിന്നെ റെഫ്യൂസും ചെയ്യാം. ഈ ബനാറസ് ഒരു 2 വർഷം ഓടും. അപ്പോൾ അപ്പോഴത്തേനും ഈ ചുരിദാറൊക്കെ നമുക്കിടെ ഒരു ചുരിദാർ ഫാഷൻ ഔട്ടായി പോകില്ല കേട്ടോ. ഈ കളറൊക്കെ ഇട്ടാൽ നല്ലൊരു എലഗൻ ലുക്കാട്ടോ. ബേജ് കളറ് ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. 2499 ഉള്ളൂ. നല്ല സെറ്റ്. നമ്മളിപ്പോൾ ഓർക്കുമ്പോൾ റെഡിമെയ്ഡ് ഇത് ഒരു അടിപൊളി ഒരു ഇത് എടുക്കണമെങ്കിൽ 7, 8, 10 രൂപയൊക്കെ വേണം ചുരിദാർ സെറ്റേ. നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു പ്രീമിയം റെഡിമെയ്ഡ് ആഗ്രഹമുണ്ട്. ദൈവം സാധിച്ചു തരട്ടെ. എല്ലാവരും റെഡിമെയ്ഡ് ചോദിച്ചു വരും. നല്ല ഗ്ലാമറുള്ളതിന് ഭയങ്കര വിലയാണ്, അല്ലാത്തതിനൊക്കെ തന്നെ വിലയാണ്. അപ്പം ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യും, ഈ വിലയ്ക്ക് ഇത് മുതലാവുമോ. ഇത് കണ്ടോ, നല്ലൊരു സെറ്റ് കേട്ടോ. അടിയിലൊക്കെ ഇങ്ങനെ സൂപ്പർ സോഫ്റ്റ് സിൽക്കിൻ്റെ ഉള്ളിലെപ്പോഴും മിറർ വർക്കും ഉണ്ട് കേട്ടോ. ഇതേ ബാക്കിലില്ല കേട്ടോ വർക്ക്. അടിപൊളി ഒരു ഷോള്, നല്ലൊരു ഫങ്ഷൻ വെയർ സെമി സിൽക്കിൻ്റെ 1799. നല്ല സെറ്റാട്ടോ. പെട്ടെന്ന് എടുത്താൽ കിട്ടും. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണ കാരണം ഈ സെറ്റ് ഇപ്പം തന്നെ തീരും. അല്ലേലും ഇപ്പം
ഈ വെക്കേഷൻ ആയത് കാരണം എപ്പോഴും ആൾക്കാർ വരുമല്ലോ, നമുക്ക് കുർത്തയും ഇതും ഒക്കെ ഭയങ്കര ചിലവുള്ള സമയം. ഇപ്പോൾ ഫങ്ഷൻ വെയർ സാധനങ്ങൾ അധികം ചിലവ്. 1799 നല്ല നേവി ബ്ലൂ വെച്ചല്ലേ, എല്ലാം ബേജ് ബേസായിട്ട് വന്നിട്ട് പല കളർ, എല്ലാം ഗ്രീനും എല്ലാം ഉണ്ട്. ഇത് ഗ്രീൻ നല്ലൊരു സെറ്റാട്ടോ, നല്ലൊരു സെറ്റ്, നല്ല സോഫ്റ്റ് കനംകുറവും ഉണ്ട്. സോഫ്റ്റ് കനംകുറവും ഉണ്ട്, സൂപ്പർ സെറ്റാട്ടോ. $1799 അടിപൊളി സെറ്റുകളാട്ടോ. എൻ്റെ എത്ര കളറാല്ലേ, അത് കാരണം തികയും. സാമ്പിൾ പീസ് വന്നാൽ സാമ്പിൾ ഒരു പതി എടുത്ത് വയ്ക്കില്ലോ, എല്ലാവരും കൂടെ ചോദിക്കുമ്പോൾ റീസ്റ്റോക്ക് വരുമ്പോൾ തന്നെ കിട്ടുമോ ഇല്ല, അതാണ് പ്രോബ്ലം. 1799 അടിപൊളി സെറ്റുകളാണ്. കോട്ട ഷൂളുമാട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഇതല്ല ഡിസൈനൊന്നും നേരത്തെ കാണിച്ചിട്ടുണ്ട്. ബോട്ടം സ്ലബ് സിൽക്ക്, ഇത് യോക്കിൽ ഇങ്ങനെയുണ്ട്, ബാക്ക് ഇങ്ങനെ സ്ട്രൈപ്സ് തന്നെ, യോക്കിൽ ഇങ്ങനെയുണ്ട്. ഷോള് കോട്ടയാട്ടോ, ഷോള് കോട്ട ഷോൾ, കോട്ട ഷോൾ 1499 ഉള്ളൂ. നല്ല സെറ്റാണ്, ഫാഷൻ ഔട്ടാവില്ല, കോട്ട ഷോളുമാണ്, ഗ്രാൻഡ് സെറ്റ്. 1499. നമ്മുടെ ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഉദ്ഘാടനം മെയ് 6 ആട്ടോ. നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങളെ വിളിക്കണേ എന്തിനാ? അപ്പോൾ കൂടപ്പുറപ്പ് പോലെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമല്ലേ, നിങ്ങളെല്ലാവരെയും വിളിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരെ വിളിക്കാമെന്നാ. എന്നാലും ഞാൻ സ്നേഹപൂർവ്വം വിളിക്കുക കേട്ടോ. മെയ് 6 വന്നട്ടോ. എനിക്കിങ്ങനെ ചേട്ടത്തി അനിയത്തിമാരിൽ എനിക്ക് കടയിൽ വരുന്ന ഇങ്ങനെ കസ്റ്റമേഴ്സ് ആണ് കൂടപ്പുറപ്പ് പോലെ. കട തുടങ്ങിയ കാലം മുതൽ കടയിലെ പിള്ളേരും സ്റ്റാഫും വരുന്നവരും എല്ലാമാണ് എൻ്റെ കുടുംബം. അപ്പോൾ എപ്പോഴും എൻ്റെ പണ്ട് ആങ്ങളെയൊക്കെ ചോദിക്കുക, നീ എന്തിനും എന്തുമാത്രം കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഇമ്പോർട്ടൻസ്, അവർ ഇങ്ങനെ എല്ലാ ഫങ്ഷനും വിളിക്കും, അങ്ങനെയല്ല കുറേ. അപ്പോൾ ഞാൻ പറയും വേറെ ആരും വിളിക്കാൻ, എനിക്ക് വേറെ ആരുമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെയാണ് എൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരെയും വിളിക്കുക. 1499. പിന്നെ നമ്മുടെ പേജൊക്കെ നീ എന്നും സ്വർണ്ണത്തിൻ്റെ വീഡിയോ ഇതുപോലെ ഇടാം, കാണണം. ആ ലോകം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഞാൻ പരിചയപ്പെട്ട സ്വർണ്ണലോകം നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം, ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ദിവസം മുതൽ അതിൻ്റെ ടാഗ് അടിച്ചുകൊണ്ടിരിക്കുക, ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ. അപ്പോൾ നമുക്കിനി സ്വർണം, പിന്നെ അനലൈസ് ചെയ്യണം, എല്ലാം മൊത്തം കാണിച്ചു തരാം. ഞാൻ ആ ലോകം കണ്ടിട്ടില്ല, ഞാനിപ്പോൾ പരിചയപ്പെട്ടുള്ളൂ. നിങ്ങൾക്കറിയണ്ടേ സ്വർണ്ണലോകം എന്നാണ്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പേജൊക്കെ ശരിയാക്കി വെച്ചേരാം കേട്ടോ. പേജെല്ലാം ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെക്കണേ. സമ്മാനമുണ്ട്. 1499. ഞാൻ ഈ വർത്താനം പറഞ്ഞ സ്വർണ്ണത്തിൻ്റെ കൊണ്ട് തുണിയിട്ട് ഇപ്പോൾ തൽക്കാലം പാവും. ഇത് കണ്ടു, തുണി ഫസ്റ്റ് ഈ കടയാട്ടോ എൻ്റെ ഫസ്റ്റ്. ഞാൻ വനിതാ വ്യവസായമായിട്ട് കച്ചവടം തുടങ്ങി. ഇതാണ് എൻ്റെ മെയിൻ. പിന്നെ ഉള്ളൂ അതൊക്കെ. യേശുബ്രാൻ എന്നെ ആദ്യം തുണി വ്യാപാരിയാക്കി. പുറകെയാണ് ബ്യൂട്ടി പാർലറും ടൈലറിങ്ങും എല്ലാം വന്ന് അതിനോട് ചേർത്ത് കോട്ടൺ സിൽക്ക് ആട്ടോ ഇതിൻ്റെ ബോട്ടം. 1499. നല്ല കളറല്ലേ.
പുതിയ നമ്മൾ കാണിക്കാത്ത സെറ്റാണ്. ബോട്ട ഇങ്ങനെ ഇതുണ്ടോ, അടിയിലിങ്ങനെ വർക്കുണ്ട് കേട്ടോ, നല്ല താഴെയൊക്കെ ഇങ്ങനെ വർക്കുണ്ട്. ബനാറസ് ബുട്ടയാണ്, നല്ല രസമാണ്. ഒരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. ഷോളും ഇങ്ങനെ 1399. നല്ല പേസ്റ്റ് കളേഴ്സ് അല്ലേ, നല്ലൊരു ഫങ്ഷൻ വെയറും അല്ലേ. സ്കാലപ്പ് അടിപൊളി സംഭവം. നല്ല കളർ 47-48 ആയിട്ട് നിങ്ങളെ കിട്ടും കേട്ടോ. 1399 ഒനിയൻ കളറിൻ്റെ പേസ്റ്റൽ ആഷും ഗ്രീനോടെ കൂടിയൊരു കളറിൽ എല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് ഡസ്റ്റി ചാർട്ടാണോ. നല്ല സെറ്റാണ്. ഫങ്ഷൻ ഇടാൻ ക്യാഷ് വേറെ ആയിട്ട് യൂസ് ചെയ്യാം, സമ്മാനം കൊടുക്കാം, കണ്ട ഒരു ഗ്ലാമർ ലുക്ക് കൊടുക്കും. എല്ലാവരും എപ്പോഴും സമ്മാനം കൊടുക്കാനൊക്കെ ഡ്രസ്സും സ്വർണ്ണക്കട കൊണ്ടൊന്നും സ്വർണ്ണം എടുക്കാതെ മനുഷ്യരങ്ങനെയൊക്കെ മാറി കേട്ടോ. ഇപ്പം നമ്മൾ എവിടെ വീടുകളിൽ ചെന്നാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകില്ലേ. എനിക്ക് നിർബന്ധം, ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ബേക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോയില്ലേ, മോശമല്ലേ. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വരുന്നവർ വല്ലതും മേടിച്ചുകൊണ്ട് വന്നാൽ അത് കൊടുക്കേണ്ടവർ. പിന്നെ കുറച്ച് ചക്കച്ചള വറുത്ത് വെച്ചിട്ട് അത് വൈകിട്ടിരുന്ന് ഈ കഴിഞ്ഞിട്ട് ഇതാ കുറക്കാറ്. അല്ലെങ്കിൽ ഞാൻ കശുവണ്ടിയൊക്കെ ഇരുന്ന ഒരു കൂട് തിന്നോക്കും വല്ല അസുഖം വന്നാലോ. ഇപ്പം അത് കാരണം ചക്കച്ചുള വറുത്തയിലെ കയറി പിടിച്ചേക്കാം. എല്ലാ പേരെന്നാ ചെറിയ അപ്പുക്കുട്ടൻ വരുമ്പോൾ കൊടുക്കാനാന്ന് പറഞ്ഞാൽ 3-4 ചക്ക വറുത്ത് വെച്ചു. അപ്പുക്കുട്ടൻ വരുമ്പോൾ ഒരു വെള്ളം കിട്ടിയെങ്കിൽ മതിയാകും വെച്ചത്. വലിയ പണിക്കാരോടൊക്കെ പറയും അപ്പുക്കുട്ടന് ചക്കച്ചുള വറുക്കണം. അപ്പം പറഞ്ഞാൽ ആക്കൂട്ടി വറപ്പിച്ചിട്ട് തീരെ ഞാനാന്ന് കേട്ടോ. ക്രോഷിയോടെ ഇത് താഴെ വരുത്താട്ടോ. ഞാനിങ്ങനെ നല്ല പ്യുവർ കോട്ടൺ, ഇതിനൊക്കെ ഫാഷൻ ഒരു കാലത്തും പോകില്ല. ഇതിൻ്റെ ക്രേപ്പ് ഷോളിൽ ഇത് നല്ല തിക്കായിട്ട് ക്രോഷിയോ 2 വശത്ത് കൊടുത്തേക്കോട്ടോ. ക്രോഷിയോ ലേസ് ഇത് കണ്ടോ, എല്ലാ വശത്തും 4 വശവും ക്രോഷിയോ ഷോളാണ്. ഒറിജിനൽ ക്രേപ്പും ആട്ടോ. എത്ര 1599 ഉള്ളൂ. ഇപ്പം നമുക്കിടെ പണ്ടൊക്കെ ഒരു ചുമ്മാ ഒരു കോട്ടൺ സെറ്റിലായിരുന്നു. അന്നത്തെ കാലത്ത് 1699. അതിലൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ചുമ്മാ ക്രൈഷോളാറുണ്ട്, അതുപോലെ ക്രോഷ്യോ ഒന്നുമില്ലായിരുന്നു. തുണിക്ക് ശരിക്കും ഇങ്ങനെ പണ്ടത്തെക്കാലം വില കുറവ് വന്നിട്ടുണ്ടല്ലേ. വെറൈറ്റി നല്ല പണ്ട് തുണി നല്ല ഡ്രസ്സൊക്കെ കിട്ടാൻ നല്ല വിലയാണ്. അതിലും വിലക്കുറവ് തുണികൾക്കൊക്കെ വന്നിട്ടുണ്ട്. 1699. നല്ല കളേഴ്സാണ്, നല്ല സൂപ്പർ സംഭവമാണ്. പെട്ടെന്ന് എടുത്തോ. എല്ലാ രസമുള്ള കളേഴ്സാണ് അല്ലേ, നല്ല കോമ്പിനേഷൻ. ചേച്ചി സ്വർണ്ണക്കട തുടങ്ങാൻ പോകും, ഇനി തുണിക്കട അങ്ങനെയില്ല കേട്ടോ. തുണിക്കടയിലാണ് ഞാൻ ഫുൾ. സ്വർണ്ണക്കടയായിട്ട് ഞാൻ ഇന്നലെ മിനിയാന്ന് കയറി പോകുന്നില്ല, വെയിറ്റ് ആയി എന്നിട്ട് പോയി. ഇവിടെ ആട്ടോ ഞാനെൻ്റെ ഇത് ഫുൾ. എനിക്ക് എപ്പോഴും ഓൺലൈൻ നോക്കി തുണി എപ്പോഴും കുട്ടിയൊരു നടക്കണം. അതൊക്കെ മാസത്തിലൊരിക്കൽ പർച്ചേസ് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ എപ്പോഴും നോക്കണ്ടേ. അപ്പം ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ളില്ല. അത് മോനും എല്ലാവരും കൂടെ നോക്കാനൊക്കെ ഉണ്ട്. അതുപോലെ സ്റ്റാഫ് എടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മുടെ വീഡിയോ ഒന്നും കാണും. നമ്മൾ തുണിക്കടയിൽ നല്ല ആക്റ്റീവ് ആയിരിക്കും. തുണിക്കട വിട്ടിട്ടുള്ള ഒരു കളിക്ക് ഞാനില്ല. കാരണം 30 വർഷം മുമ്പ് നമ്മൾ തുണി കച്ചവടത്തിൽ തുടങ്ങിയത്. അത് കാരണം ഇതിട്ടിട്ടുള്ള പരിപാടിയില്ല. 1499 അല്ലേ ഇത് എൻ്റെ കഴിക്കണേ. 1599.
ഇനി നമുക്ക് ബേജ് കളറിൻ്റെ, അല്ല ബേജ് എന്ന് പറയാം, കേരള ക്രീം ബോട്ടം ലൈനിങ്ങോടെയാണ് ഇത്. ഈ കളറും നല്ലൊരു ഫാഷനാട്ടോ. നോയാക്കോട്ടയുടെ ഒരു മോച്ചായ ഉണ്ട് ഇതിന്. ഇതിങ്ങനെ എൻ്റെ മേത്തേട്ട് വെച്ചിട്ടാണ് യെല്ലോ കളർ. ഇത് ഇങ്ങനെ 1450 ഉള്ളൂ. നല്ല സെറ്റ് വിത്ത് ലൈനിങ് ആണ്. ഈ കളറിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് ഓഫ് വൈറ്റ് സെയിം തന്നെയാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫംഗ്ഷനും എപ്പോഴും മാമോദീസ് അങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ നല്ല പ്രഭാവം. നമ്മുടെ കേരള സാരി എന്തെങ്കിലും ഔട്ടായിട്ടുണ്ടോ? കേരള ക്രീമിൻ്റെ മാവ് ആണ് ഇതിന് 1499 ഉള്ളൂ. ഇത് നമ്മുടെ റയോൺ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഇങ്ങനെ, ഇത് ബോട്ട് ഇങ്ങനെ റയോൺ കോട്ടനാണ്. നല്ല സുഖ ഇടാൻ. 1099 ആട്ടോ. 1099 ആണ്. നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ ബോട്ടം വൈറ്റ് ബോട്ടം ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു ടോപ്പ് അടിക്കാം. 1099. AC-യിലിരിക്കണ പോലെയാണോ ഇത്? ഇതെപ്പോഴും ഇതിൻ്റെ ഡിമാൻഡാണ്. നല്ല സുഖം. ഇനി ഇങ്ങനത്തെ എനിക്ക് വേണേൽ ഇങ്ങനെ ചൂടിന് സ്ഥിരം നിൽക്കുവാണെങ്കിൽ മഴ പെയ്താലും തണുക്കുന്നൊന്നല്ല. അപ്പം നമ്മുടെ തുണിയും എല്ലാം ഇങ്ങനെ കാലാവസ്ഥ പണ്ടത്തെ പോലെ നമ്മൾ തോർത്ത് കറക്റ്റൊക്കെ മാറി തോർത്ത് അങ്ങനത്തെ ലിനൻ തുണികൾ അങ്ങനത്തെ അല്ല. നമ്മുടെ സ്കിന്നെ നോക്കട്ടെ. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഭാവിയിൽ. മിക്സിങ് സിൽക്ക് എല്ലാം ഔട്ടാകാനാണ് ചാൻസ്. അറിഞ്ഞൂടെ കേട്ടോ, ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ലോകത്തിലൊന്നും പറയാൻ പറ്റില്ല. നാളെ ദൈവത്തെ മറിഞ്ഞിരിക്കുക. ലോകത്തിൽ നാളെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പാടില്ല. നാളെ എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി ജ്ഞാനവും ബോധം വേണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അങ്ങനെ അറിയാമെങ്കിൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ എന്നാ പാട്? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും നാളെ എന്തായിരിക്കും. കൂടെ നടന്നാൽ മതി. ഞാനിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കും, എൻ്റെ യേശുപ്പം തന്നേക്കണേ എല്ലാം നന്നായിട്ട് പരിപാലിക്കാനുള്ള ബുദ്ധി, ജ്ഞാനവും വിവേകവും ആലോചന തന്നെ. ആ ശലോമോൻ രാജാവ് പ്രാർത്ഥിക്കണമെന്നില്ല ദൈവത്തിനോട് എന്തെല്ലാം ചോദിക്കാറുണ്ട്. ആ ബുദ്ധി ഞാനും കഥാ ചോദിച്ചുകൊണ്ടിരിക്കണേ. പരിശുദ്ധാത്മാവ് നമ്മളീ വന്ന് ഇത് തൊട്ട് 1099. ഞാനിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് കൂടുതൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. പക്ഷെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിങ്ങളോട് വീഡിയോ ചെയ്യാനാണ് എനിക്ക് 10 വീഡിയോ വിളിച്ചാലും മടുപ്പില്ല കേട്ടോ. ഞാനിങ്ങനെ നിങ്ങളെയൊക്കെ മുന്നിൽ കാണും. അല്ലെങ്കിൽ എനിക്കിങ്ങനെ യാന്ത്രികമായിട്ടൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പം കടയുടെ ഇതിനെ അവർ പിടിച്ച് ഇങ്ങനെ വേർഡ്സ് പറയാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തപ്പോൾ ഞാൻ വശം കെട്ടുപോയി. അതേസമയത്ത് ഒരു ബൈബിൾ വചനം പറഞ്ഞിട്ട് ഈ വീഡിയോ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് യാതൊരു ക്ഷീണവും ഇല്ല കേട്ടോ. 1099 ബ്ലാക്ക്. ഇനി നമ്മൾ ഒറിജിനൽ കോട്ടയാട്ടോ. നമ്മളിത് നേരത്തെ കാണിച്ചിട്ടുണ്ട്, നേവി ബ്ലൂ മജന്ത ഏതാണ്ടൊക്കെ അല്ലേ. അതിൻ്റെ ബ്ലാക്ക് ഇത് ഒറിജിനൽ കോട്ട. ഭയങ്കര വിലയാട്ടോ ഒറിജിനൽ കോട്ടയ്ക്ക്. കനേയില്ല. ഒറിജിനൽ കോട്ട ഷോളും നല്ല സംഭവമാട്ടോ. എത്ര? 1599 ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും ഭാവിലത്തെ തുണി. കാറ്റൊക്കെ കയറാൻ പാത്രം ശരീരത്തിലേക്ക്. 1599. അല്ലാണ്ട് എന്ത് ചെയ്യും? തുണി അങ്ങനത്തെയൊക്കെ ഉത്പാദിപ്പിക്കുമായിരിക്കും. അറിഞ്ഞുകൂടാ. മഴ പെയ്യും, ഭൂമി തണുക്കാം, മഴ പെയ്യാം. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചൂടത്ത് ഇപ്പം എല്ലാവരും ഇവിടെ കാനഡയ്ക്കോ കാശ്മീർക്കോ ഒക്കെ പോകുന്ന എനിക്ക് തോന്നുന്നു. 1599. നല്ല ഡിസൈനുകളല്ലേ, നല്ല സുഖമാട്ടോ. ഈ ഒരു സെറ്റ് നമുക്കുണ്ടെങ്കിലേ നമുക്കിത് അങ്ങനെ എപ്പോഴും ആവശ്യമുള്ളതല്ലേ. ആ വൈറ്റ് ഷോൾ പണ്ടൊക്കെ ഈ സെയിമിൻ്റെ കോട്ടൺ ഉണ്ടായിരുന്നു. നമ്മുടെ കടയിലേ അല്ല കേട്ടോ, പണ്ട് ഒരു 20 വർഷം മുമ്പ് ഈ സെയിം തന്നെ കോമ്പിനേഷനുകൾ. ഇത് ബ്ലൂ ആട്ടോ, ഇതിൻ്റെ നേവി ബ്ലൂ ആണ്. പെട്ടെന്ന് എടുത്തോ കേട്ടോ.
ഇനി ഒരു പാനൽ വർക്കിൻ്റെ ഫോട്ടോയാട്ടോ. നല്ലൊരു നമ്മൾ പണ്ട് കാണിച്ചോന്ന് എനിക്ക് നമ്മുടെ ഈ പാനൽ വർക്ക് എപ്പോഴും കാണിക്കാൻ നമുക്ക് നല്ല ഡിമാൻഡാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വണ്ണം കുറവ് കൊടുക്കും. പാനലിനെ താഴെ വര വർക്ക്. ഞാൻ നാളെ ഒരു ക്രിസ്പിയുടെ സിൽക്കിൻ്റെ ഈ പാനലെടുത്തിട്ട് നല്ല വണ്ണം കുറവും അവരൊക്കെ പറഞ്ഞു നല്ല രസമാണ്. 2-3 ദിവസം അത് ഊരി കൊള്ളില്ല, എപ്പോഴും ഇടിയിലാകും. നല്ല രസമല്ലേ? എത്ര 1390 ഉള്ളൂ. നല്ല സെറ്റാട്ടോ. ഉള്ളൂ. പിങ്ക്, അടിപൊളി സെറ്റുകളാണ്. ബ്ലൂ, നല്ല നല്ല സെറ്റൊക്കെയാണ്. 1390. എനിക്ക് സ്പീഡൊക്കെ ഉണ്ടല്ലേ. 21 മിനിറ്റ് ആയിരുന്നു. എത്ര ഐറ്റം കാണിച്ചു? 1390. നമ്മൾ ഈ ഓണസദ്യ വിളമ്പാനാണ് നമുക്ക് ഭയങ്കര പാടാണ്. ഇത്രയും സെറ്റ് ഒപ്പിക്കണ്ടേ? ഒരു വീഡിയോ ഓടിയില്ലെങ്കിൽ എന്തോരം രൂപയാണ് ഈ വീഡിയോയുടെ പുറകെ മുടക്കുന്നറിയാവോ? ലക്ഷത്തിൻ്റെ തുണി എടുത്തിട്ടാണ് വീഡിയോ ചെയ്യണേ. 6-7 പേര് പണിക്കാർ. എനിക്ക് എല്ലാത്തിനും ഒത്തിരി പേര് വേണം. നല്ലൊരു ഫോട്ടാസെറ്റ് ആട്ടോ. ഫ്രണ്ടും ബാക്കും പ്രിൻ്റ് വിത്ത് ലൈനിങ്. ഷോള് 1199. ഫോട്ടാ ഷോളും ഈ വിലയ്ക്ക് നല്ല സെറ്റല്ലേ ഇത്? അതെ, നല്ല സെറ്റ്. 1199 ഉള്ളു വില. അടിപൊളി സെറ്റുകളാണ്. 1199. നല്ലൊരു ബ്രൗൺ, ഗ്രീൻ, ഗ്രീൻ എന്ന് പറഞ്ഞാൽ പേസ്റ്റൽ ഗ്രീനാണ്. ചുമ്മാ ഗ്രീനല്ലേ. അപ്പോൾ ഇത്രയും കളേഴ്സും അപ്പോൾ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഒന്ന് ഇത്രയും കാലം സഹായിച്ചില്ലേ? ഒന്ന് ലൈക്കൊക്കെ അടിച്ചാലേ. നിങ്ങളല്ലാണ്ട് എനിക്ക് ലൈക്ക് അടിക്കാൻ ആരോ ഉള്ളത്? ഒന്ന് ഷെയർ ചെയ്യുക. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ. പിന്നെ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പം തന്നെ ഇങ്ങനെ സമ്മാനത്തിൻ്റെ ഇത് വരും കേട്ടോ. ആ നമ്പർ, ഒരു മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് ആയില്ലായിരുന്നു. അതിന് മുമ്പേ അത് കൊണ്ടുപോയി പരസ്യം ഇട്ടു. ഇപ്പം തന്നെ അതിൻ്റെ എല്ലാം ശരിയാവും. എൻ്റെ പൊന്നെ, ആ ഒരു പുതിയത് തുടങ്ങി വന്നെങ്കിലത്തെ സംഭവം. അപ്പം പേജ് ഇപ്പോഴേ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഇതൊക്കെ ഇട്ടേരെ തന്നെ ആ സമ്മാന പദ്ധതികളൊക്കെ വരും. അപ്പോൾ അതെല്ലാം ചെയ്ത് ഇപ്പം നമ്മൾ ആക്റ്റീവാക്കി നിങ്ങൾ തന്നെ. എനിക്ക് ഈ മേഖലയൊന്നും വലിയ പരിചയമില്ലോ, ഒരു സപ്പോർട്ട് തന്നെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരെയും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.